വയനാട്ടിൽ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഒരുപാട് ഹോട്ടൽസ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഹോട്ടൽസും അവിടുത്തെ വിഭവങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫുഡ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണിത്. ഒരു വീടിനോട് ചേർന്ന് ഒരു ചെറിയ ഹോട്ടൽ. ഇവിടുത്തെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഒരു അമ്മയാണ്. ഹോട്ടൽ ചേർന്നാണെങ്കിലും പല സ്ഥലത്തുനിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ പോത്തുംകാലും പത്തലും കഴിക്കാൻ 8-10 മണിക്കൂർ വിറകടുപ്പില് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന പോത്തുംകാലും അതിന്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പത്തലും നെയ്ച്ചോറും പൊറോട്ടയും ഒക്കെ ഉണ്ട് ഇവിടെ. പോത്തുംകാലിന്റെ ആ ജ്യൂസി മീറ്റ് ആ പത്തലിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതും, പിന്നെ ആ നെയ്ച്ചോറിൽ പോത്തുംകാലിന്റെ ആ സൂപ്പർ ഗ്രേവി ഒഴിച്ചിളക്കി ആ ബോട്ടിയുടെ കൂട്ടത്തിൽ കഴിക്കുന്നതും, പിന്നെ പോത്തുംകാലം ഇങ്ങനെ തട്ടിയിട്ട് അതിന്റെ മജ്ജ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഫീലും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിച്ചു തന്നെ അറിയണം. നമ്മൾ വയനാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കഴിച്ച ഒരു ഫുഡ് സ്പോട്ടാണിത്. വേറെ ലെവൽ ടേസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത് കുറഞ്ഞു. ഈ ഹോട്ടലിന്റെ പേരാണ് മൂരിക്കാപ്പ് ഹോംലി ഫുഡ്. വയനാട് കൽപ്പറ്റയ്ക്ക് അടുത്ത് വേങ്ങാപ്പള്ളി എന്നൊരു സ്ഥലത്തിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. വയനാട്ടിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ ഈ ഹോട്ടലിനെ പറ്റിയുള്ള റിവ്യൂസ് ഇവർ ഫ്രെയിം ചെയ്ത് ഇവരുടെ ചുവരുകളിൽ മൊത്തം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഗൂഗിളിൽ 4.6 റേറ്റിംഗ് ഉണ്ട് ഈ ഹോട്ടലിന്. ഇത് 1-2 പേരല്ല, 16,000 പേരാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള വിൽട്ടൺ ഹോട്ടലിനെ പറ്റിയിട്ടാണ്. ഞങ്ങളിവിടുന്ന് ബാർബിക്യൂ പ്രോൺസും മട്ടൺ റാണും ടെൻഡർ കോക്കനട്ട് പായസവുമാണ് വാങ്ങിച്ചത്. എല്ലാം തന്നെ സൂപ്പറായിരുന്നു. ടെൻഡർ കോക്കനട്ട് പായസം നമ്മൾ ആദ്യം 1 എണ്ണം വാങ്ങിച്ച് കഴിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ 5 എണ്ണം വാങ്ങിച്ചു. ബാർബിക്യൂ പ്രോൺസും അതുപോലെ തന്നെ വെറൈറ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് മട്ടൺ റാൺ അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്നാണ് പറഞ്ഞത്. സംഭവം കലക്കി. എസ്പെഷ്യലി അവർ യൂസ് ചെയ്യുന്ന മസാലാസ് എക്സലൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ വയനാട് ട്രിപ്പ് വരുന്നവർ വിൽട്ടൺ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് മറക്കണ്ട. ഇതാണ് രവിയേട്ടൻ. ഇത് രവിയേട്ടൻ്റെ കട. ഇവിടുത്തെ മെയിൻ ഡിഷുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാം തന്നെ പോർക്ക് വിഭവങ്ങളാണ്. രവിയേട്ടൻ്റെ കടയിലെ പോർക്ക് വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയായെങ്കിലും നമ്മൾ രവിയേട്ടൻ്റെ കട അന്വേഷിച്ചിറങ്ങിയത്. രവിയേട്ടൻ്റെ കട ഇരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കൊലകപ്പാറയിലാണ്. രവിയേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ നല്ല ഉഗ്രൻ പോർക്ക് പെരട്ടും പോർക്ക് ചില്ലിയും ബാർബിക്യൂ പോർക്കുമാണ് മേടിച്ചത്. കുറച്ച് മെനക്കെട്ടിട്ടാണ് നമ്മൾ രവിയേട്ടൻ്റെ കടയിൽ എത്തിപ്പറ്റിയത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊട്ടും തന്നെ നഷ്ടമായിട്ട് തോന്നിയില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ ഫുഡിന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പോർക്ക് ചില്ലിയും ബാർബിക്യൂ പോർക്കും ആണെങ്കിൽ പ്രവീണിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പെരട്ടാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട പോർക്ക് പെരട്ട്. നിങ്ങൾ പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ വയനാട് വരികയാണെങ്കിൽ രവിയേട്ടൻ്റെ കട മറക്കണ്ട. നല്ല ടേസ്റ്റുള്ള പോർക്ക് കിട്ടുന്ന നല്ലൊരു കട. നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്തത് അവൽ മിൽക്ക്. ഇത് മിൽക്കാവോ എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇവർക്ക് വയനാട്ടിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഞാൻ കണ്ടു. നമ്മൾ കഴിച്ചത് സുൽത്താൻ ബത്തേരി എന്നാണ്. ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് അവൽ മിൽക്കിലുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ നോർമൽ അവൽ മിൽക്ക് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.